IT പാർക്കുകളിൽ അടിസ്ഥാന സൗകര്യ വികസനം നടപ്പിലാക്കിയതിന് ശേഷം മതി പബ്ബുകൾ എന്നാണ് കൊച്ചി ഇൻഫോ പാർക്കിലെ ജീവനക്കാർ പറയുന്നത്. കാരണം ഈ പബ്ബുകളിലേക്കും IT പാർക്കുകളിലേക്കും ഇത്തരത്തിലുള്ളൊരു സംവിധാനം വ്യാപിപ്പിക്കാനുള്ള സർക്കാരിൻ്റെ ഒരു തീരുമാനത്തെ പല IT മേഖലകളും സ്വാഗതം ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു വേറിട്ട രീതിയിലുള്ള ഒരു നിലപാട് അവർ സ്വീകരിച്ചത്. സ്വാഭാവികമാണ് അവർ പറഞ്ഞ കാര്യങ്ങൾ. കാരണം പലയിടങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല. അതുകൊണ്ട് തന്നെയാണ് യുവത്വത്തെ, യുവജനങ്ങളെ ഈ മദ്യത്തിന് അടിമകളാക്കാനുള്ള ഒരു നീക്കം, അതിലൂടെ വലിയ കോടികൾ സമ്പാദിക്കാനുള്ള നീക്കമടക്കം ഇടതുപക്ഷ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണുണ്ടായി. ഇന്നലെ പരസ്യമായി തന്നെ VM സുധീരനടക്കം ഈ ഒരു വിഷയത്തിൽ രംഗത്ത് വന്നിരുന്നത്. പക്ഷേ ആ നിലപാടിൽ സ്വാഭാവികമായും മാറ്റം ഈ സർക്കാരിൻ്റെ ഭാഗത്തിനും ഉണ്ടാകുന്നില്ല. ഇവിടെ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഈ IT പാർക്കുമായി ബന്ധപ്പെട്ട് അവരെന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ? KP ഇൻഫോ പാർക്ക് അടക്കമുള്ള കേരളത്തിലെ IT പാർക്കുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പബ്ബുകളും മദ്യശാലകളും തുടങ്ങാനുള്ള സർക്കാർ നീക്കത്തിനെതിരായിട്ട് തന്നെയാണ് ഏതായാലും ഇൻഫോ പാർക്കിലുള്ള ആളുകൾ, അവിടുത്തെ ജീവനക്കാർ, ടെക്കികളെല്ലാം തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. നിലവിൽ ഇവർ ആവശ്യപ്പെടുന്നത്, ഇവർ മദ്യനയത്തിനൊന്നും എതിരല്ല, ഈ പബ്ബുകൾ ആരംഭിക്കുന്നതിനും എതിരല്ല. എന്നിരുന്നാൽ പോലും ഇൻഫോ പാർക്ക് അടക്കമുള്ള ഈ IT പാർക്കുകളിൽ അടിസ്ഥാന സൗകര്യത്തിന്റെ വികസനം ഇതുവരെ എത്തിയിട്ടില്ല. വലിയ രീതിയിൽ ഒരു പ്രവർത്തിക്കുന്ന ഒരു മേഖല ആയി മാറുമ്പോൾ പോലും ഇവിടെ അടിസ്ഥാന സൗകര്യത്തിന് ഇതുവരെ ഒരു കാര്യങ്ങളിൽ സർക്കാരിന്റെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ആരോപണം തന്നെയാണ് ഇൻഫോ പാർക്കിലെ ജീവനക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. കാര്യം, കഴിഞ്ഞ ദിവസം, അതായത് ഇപ്പോൾ ഈ പെയ്യുന്ന ഈ മഴയുടെ തുടക്ക ദിവസങ്ങളിൽ തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്, ഇൻഫോ പാർക്കിനുള്ളിൽ വെള്ളം കെട്ടിക്കിടക്കുകയും ഇവിടുത്തെ പാർക്കിങ്ങിലുണ്ടായിരുന്ന വാഹനങ്ങൾ കേടുപാടുകൾ പറ്റുകയും ഒപ്പം തന്നെ ചില സ്ഥാപനങ്ങൾക്കുള്ളിലേക്ക് സീലിങ്ങുകൾ തകർത്തുകൊണ്ട് വെള്ളം അകത്തേക്ക് കയറി വരുന്നതായിട്ടുള്ള സാഹചര്യം കണ്ടിരുന്നു. ഇങ്ങനെയെല്ലാം തന്നെ വലിയ രീതിയിൽ അടിസ്ഥാന സൗകര്യത്തിന്റെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. മാത്രമല്ല, ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് വലിയ രീതിയിൽ കുടിവെള്ളക്ഷാമം നേരിട്ട സമയത്ത് ഇൻഫോ പാർക്കിലെയും വലിയ രീതിയിൽ തന്നെയാണ് കുടിവെള്ളക്ഷാമം ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഈ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി പെരിയാറിൽ നിന്ന് പ്രത്യേക പദ്ധതി പ്രകാരം വെള്ളം കൊണ്ടുവരാനായിട്ടുള്ള നീക്കം നടന്ന സമയത്ത് ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെയെല്ലാം ഈ കാര്യങ്ങൾ ആ സമയത്ത് സർക്കാരിന്റെ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇൻഫോ പാർക്കിലെ ജീവനക്കാർക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. ഇങ്ങനെയെല്ലാം പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ഇതിനൊന്നും ഒരു പരിഹാരം കാണുന്നില്ല. ആ സമയത്താണ് മദ്യശാല തുടങ്ങാനായിട്ടുള്ള ഒരു നീക്കം നടക്കുന്നത്. മാത്രമല്ല, ഇൻഫോ പാർക്ക് നിൽക്കുന്ന കാക്കനാട് പ്രദേശത്ത് അതിന് സമീപത്തുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻഫോ പാർക്കിന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വഴി മുഴുവനും വെളിച്ചമില്ലാത്ത ഒരു സാഹചര്യമാണ്. ഇതിലൂടെ സ്ത്രീകളടക്കമുള്ള ജീവനക്കാർ കടന്നു പോവുകയാണ്. ആ സമയത്ത് അവർക്ക് മതിയായ സുരക്ഷ ഒരുക്കാൻ കഴിയുന്നില്ല. കൂടാതെ ഈ പ്രദേശത്ത് റോട്ടിൽ സ്ഥിരമായിട്ട് ഗതാഗത കുരുക്കുണ്ടാകുന്നു. ഓഫീസിലേക്ക് ആളുകൾ വരുന്ന സമയത്ത് ഈ ഗതാഗത കുരുക്കിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള സാഹചര്യം, ഇങ്ങനെയുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ അത് പല രീതിയിലുണ്ട്. ഈ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കാണാതെയാണ് പബ്ബ് തുടങ്ങുന്നത്. ഒരു പക്ഷേ പബ്ബ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ഇത്തരത്തിൽ ഒരു മദ്യശാല പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ മറ്റുള്ളവർ, അതായത് സ്ത്രീകളടക്കമുള്ള ജീവനക്കാരുടെ സുരക്ഷയ്ക്ക് എന്ത് ഉറപ്പാണ് സർക്കാർ നൽകുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഇൻഫോ പാർക്കിലെ ജീവനക്കാർ ചോദിക്കുന്നുണ്ട്. പബ്ബിൽ നിന്ന് ആളുകൾ മദ്യപിച്ച് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവർക്ക് താമസ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തു പോകേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാവും. അത്തരത്തിൽ വാഹനം ഓടിച്ചു പോകുന്ന ആളുകളുടെ ജീവന് എന്ത് തരത്തിലുള്ള സുരക്ഷയാണ് സർക്കാർ നൽകുക എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ടും ഇൻഫോ പാർക്കിലെ ജീവനക്കാർ ചോദിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇൻഫോ പാർക്കിലെ ജീവനക്കാരുടെ ഈ കൂട്ടായ്മകളെല്ലാം ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ നിലവിലിപ്പോൾ പബ്ബുകൾക്കൊന്നും തന്നെ ഇവർ എതിരല്ല. എന്നിരുന്നാൽ പോലും ആദ്യമായി വേണ്ടത് അടിസ്ഥാന സൗകര്യത്തിന്റെ വികസനമാണ്. ഇതിന് ശേഷം മാത്രം മതി മദ്യശാലകൾ എന്നുള്ളൊരു ആവശ്യമാണ് ഇൻഫോ പാർക്കിലെ ജീവനക്കാർ മുന്നോട്ട് വെക്കുന്നത്. KP കിരൺ കുമാറാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.